വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്രുതി ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെ 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 സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വിവരണം തയ്യാറാക്കാം. നിങ്ങൾക്കറിയാം വിവരണം തയ്യാറാക്കാം, അങ്ങ് എഴുതി തന്നെ അല്ലെ വിവരണം തയ്യാറാക്കാം. ഇത് സാധാരണ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും അല്ലാതെയും വിവരണം തയ്യാറാക്കാൻ പറയും. നിങ്ങൾ പോയ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ഒരു പരിപാടി, അതിനെക്കുറിച്ചൊരു വിവരണം തയ്യാറാക്കുക. നിങ്ങൾ കണ്ട കാഴ്ചയെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പുറത്തു നിന്നും അല്ലെങ്കിൽ നമ്മുടെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെടാത്തതും വരാറുണ്ട്. ഇത് ടീച്ചർ പറയുന്നത് നമ്മൾ പ്രാതൽ എന്ന് പറയുന്ന ഒരു പാഠം പഠിച്ചിട്ടുണ്ട് കേരള പാഠാവലിയിൽ അല്ലെ. ഹാസ്യ സാഹിത്യകാരനായ VK എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോ അതിലെ കഥാപാത്രമാരാണ് കുഞ്ഞൻ മേനോനാണ്. കുഞ്ഞൻ മേനോൻ വളരെ 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 ഭക്ഷണപ്രിയനാണ് അല്ലെ. ഭക്ഷണപ്രിയനായ കുഞ്ഞൻ മേനോനെ കുറിച്ചാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. കുഞ്ഞൻ മേനോന്റെ പ്രാതലിനെ കുറിച്ച്. പ്രാതൽ എന്ന് പറഞ്ഞാൽ പ്രഭാത ഭക്ഷണമാണ്. അപ്പോ VKNന്റെ വീട്ടിലെത്തുകയാണ് ആര്? നമ്മുടെ കുഞ്ഞൻ മേനോൻ അല്ലെ. VKNന്റെ ഏട്ടത്തി അമ്മ വീട്ടിലെത്തിയ കുഞ്ഞൻ മേനോനെ എന്ത് ചെയ്യുന്നുണ്ട്? ഊൺതളത്തിലേക്ക് നയിക്കുന്നുണ്ട്. പുൽപ്പായ വിരിച്ച് മുഖ്യാതിഥിയെ കുടിയിരുത്തി അടുക്കളയിലെ ചീഫായ പാറുക്കുട്ടി ഒരു താലത്തിൽ ഇഡ്ഡലിയും നാക്കിലയുമായിട്ട് വന്ന് ഇഡ്ഡലിയാണ് കൊടുക്കുന്നത്. ശുഭമൃദുല മോഹനമായ 13 ഇഡ്ഡലികൾ കൊണ്ടുവച്ചു. ശുഭമൃദുല മോഹനമായ, അത് VKNന്റെ ഒരു രചനാ ശൈലിയാണ് അല്ലെ. അദ്ദേഹം വളരെ ഹാസ്യാത്മകമായിട്ടാണ് ഇതൊക്കെ എഴുതാറുള്ളത്, നമുക്ക് പഠിച്ചിട്ടുണ്ട്. മേനോൻ 3 ഇഡ്ഡലികൾ എടുത്ത് നാക്കിലയിൽ വെച്ചു. വിവരിക്കുകയാണേ അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന്. മേനോൻ 3 ഇഡ്ഡലികൾ എടുത്ത് നാക്കിലയിൽ വെച്ചു. അടുത്തിരിക്കുന്ന ചട്നി തവി കൊണ്ട് കോരി ഇഡ്ഡലിക്ക് മുകളിൽ ഒഴിച്ചു. അവ ഓരോന്നും 2 തവണയായി കഴിച്ചു. തുടർന്ന് പപ്പടം കാച്ചിയ എണ്ണ മുളകുപൊടിയിൽ ഒഴിച്ച് അതും കൂട്ടി 3 ഇഡ്ഡലിയും കഴിച്ചു. മുളകുപൊടി തീർന്നതോടെ ചട്നിയിലേക്ക് തിരിച്ചുപോയി. പിന്നെയും ചട്നി തന്നെ കഴിച്ചു. 9ാമത്തെ ഇഡ്ഡലിയോടെ ചട്നി തീർന്നു. പിന്നെയോ പഞ്ചസാര കൂട്ടിയാണ് കഴിച്ചത്. അതും നമ്മൾ വിവരിക്കുകയാണ്. അതിനുശേഷം മുക്കാലും പഴുത്ത ഒരു പടല നേന്ത്രപ്പഴം അങ്ങ് പറിച്ച് എടുത്ത് കഴിക്കുകയാണ് അല്ലെ. അവർ കൊടുത്തതാണ്, ഇനി എന്താ വേണ്ടത് എന്നുള്ള ഇതില്. ഒടുവിൽ മുന്നാഴി കൊള്ളുന്ന ഒരു കൂജ നിറയെ കാപ്പിയും അകത്താക്കി നമ്മുടെ കുഞ്ഞൻ മേനോൻ. അപ്പൊ കുഞ്ഞൻ മേനോന്റെ പ്രാതൽ ഇങ്ങനെയൊക്കെയാണെന്നാണ് നമ്മളോട് വിവരിക്കാൻ പറഞ്ഞത്. അത് നമ്മൾ ഭംഗിയായിട്ട് വിവരിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങളോട് വേറെ എന്തിനെങ്കിലും കുറിച്ച് വിവരണം തയ്യാറാക്കാൻ പറയുകയാണെങ്കിൽ ഒന്നുമില്ല, അത് കൃത്യമായിട്ട് വിവരണമായിട്ട് അങ്ങ് എഴുതുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ മറ്റൊരു കോണ്ടന്റുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ചോദ്യവുമായിട്ട് ടീച്ചർ വരാം. അതുവരേക്കും ബൈ.